ഞാനൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഈ കടലിലൂടെ വലിയ വലിയ കപ്പലുകൾ മാത്രം പോയാൽ പോരല്ലോ, ഇടയ്ക്ക് ചെറിയ കൊതുമ്പ് വെള്ളവും ചൂണ്ടയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങണ്ടേ. ചേച്ചി എങ്ങനെയാണ് ഭാര്യ ഗായത്രി ചേച്ചി? അവളെ വേണമെങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് 916 ആയിട്ട് ഇടാം. കാരണം ആരുടെയും പേര് പറഞ്ഞില്ലെങ്കിലും എന്റെ പേര് പോലും ചേട്ടൻ പറഞ്ഞില്ലല്ലോ എന്നുള്ളൊരു തോന്നുന്നുണ്ട്. അവളൊക്കെ 916 കൊച്ചാണ്. അതായത് മാക്സിമം തമിഴിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് ആ വാക്ക് അറിയാൻ വല്ല അപ്പോൾ അവിടെ ഇംഗ്ലീഷ് ഇട്ടാൽ തംഗ്ലീഷ് ഓക്കെ, അത് വർക്കൗട്ടായി. അങ്ങനെ കുറെ കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ കുഴപ്പമില്ലാതെ പോകുന്നു. ഒരു സിനിമയിൽ നമ്മൾ അഭിനയിക്കുമ്പോൾ നമ്മൾ തന്നെ പറയുന്നതല്ലോ ഇത് അതറിയണമെങ്കിൽ നിങ്ങൾ സിനിമ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. 916 കുഞ്ഞുട്ടന്റെ വിശേഷങ്ങൾ പങ്കിടാനായിട്ട് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അജയ് കുമാറാണ്. ചേട്ടാ ടി മീഡിയയിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. സുഖമായിരിക്കണു? അവർക്ക് സുഖമല്ലേ? സുഖം. അപ്പോ പുതിയ സിനിമ എന്ന് പറയുന്നത് 916 കുഞ്ഞുട്ടനാണ്. അപ്പൊ പേര് ഏറ്റവും ബാക്കി സിനിമകളെ വെച്ച് നോക്കുകയാണെങ്കിൽ പേര് ഭയങ്കര ഡിഫറെന്റ് ആണല്ലോ. അപ്പൊ സത്യത്തില് ഈ കുഞ്ഞുട്ടനും 916 ആണോ? കുഞ്ഞുട്ടൻ 916 ആണോ അല്ലയോ എന്നുള്ളത് സിനിമ കണ്ടാലേ അറിയൂ. പക്ഷെ കുഞ്ഞുട്ടൻ അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു തങ്കപ്പെട്ട മനുഷ്യനായിരിക്കാം, അല്ലെ? ആണ്. ഒരു കുഞ്ഞുട്ടൻ്റെ ജീവിതകഥ പറയുന്ന, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിലേക്ക് കുറേ കഥാപാത്രങ്ങൾ വരുന്നതും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ചില സംഭവങ്ങളുമാണ് സിനിമ. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തന്നെ നമ്മൾ അത് അവതരിപ്പിച്ചിരിക്കുന്നു. ഇപ്പൊ ചേട്ടൻ ഇതുവരെ ചെയ്ത സിനിമകളെ വെച്ചിട്ട് ഡിഫറെന്റ് തന്നെയാണോ ഈ ഒരു ക്യാരക്ടർ കുഞ്ഞുട്ടൻ്റെ? പ്രധാന വേഷം ചെയ്തിട്ടുണ്ട്. കുറച്ച് പേരിലുണ്ടാകുന്ന കഥാപാത്രങ്ങൾ മലയാളത്തിൽ ചെയ്തിട്ടുണ്ട്. അതിനകത്തുനിന്നൊക്കെ നല്ല ഡിഫറെൻ്റ് ആയിട്ടാണ്. ജീവിതത്തിൽ ഇതുപോലെ 916 ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ഒരുപാട് പേരുണ്ട്. ജെനുവിൻ ആയിട്ടുള്ള 916 ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ ഒരാളുടെ പേര് എടുത്തു പറഞ്ഞാൽ ചിലപ്പോൾ മറ്റു കുറച്ച് പേർക്ക് പേരത് മിസ്സായി പോകും. അവർക്കത് വിഷമമായില്ലല്ലോ, എനിക്കത് വിഷമമായി, അവരുടെ പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഒരുപാട് ആൾക്കാരുണ്ട് 916 ആയിട്ട്. ചേച്ചി എങ്ങനെയാണ് ഭാര്യ ഗായത്രി ചേച്ചി? അവളെ വേണമെങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് 916 ആയിട്ട് ഇടാം. കാരണം ആരുടെയും പേര് പറഞ്ഞില്ലെങ്കിലും എന്റെ പേര് പോലും ചേട്ടൻ പറഞ്ഞില്ലല്ലോ എന്നുള്ളൊരു തോന്നുന്നുണ്ട്. അവളൊക്കെ 916 കൊച്ചാണ്. പ്രണയവിവാഹം അല്ലായിരുന്നു എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. എങ്ങനെയായിരുന്നു? ആദ്യത്തെ പെണ്ണ് കാണലായിരുന്നു? ആദ്യത്തെ അല്ല, 2-3 പെണ്ണ് കണ്ടു. പല കാരണങ്ങൾ കൊണ്ടും ഞാൻ തന്നെ അത് ആദ്യത്തെ 2 നടന്നില്ല. എന്റെ തന്നെ ഒരു തീരുമാനമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ 3ാമതാണ് ഈ കുട്ടിയെ കണ്ടത്. അതോടുകൂടി തീരുമാനമായി. ഇപ്പൊ ചെറുപ്പം മുതലേ തന്നെ ഉയരത്തിന്റെ കാര്യത്തില് ഭയങ്കര അധികം കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ അങ്ങനെ വളർന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് ഗിന്നസ് പക്രു എന്നൊരു ഫ്രെയിം ഇപ്പൊ ഉണ്ടാക്കിയെടുത്തേക്കാണ്. അതില് എന്ത് തോന്നുന്നു? അല്ല, അങ്ങനെ ഒരു ഫെയിം ഉണ്ടാക്കാനുള്ള കാരണം നമ്മുടെ പ്രേക്ഷകർ തന്നെയാണ്. കാരണം ഉയരമില്ലാത്ത എന്നെ ഉയരത്തിൽ എടുത്തു വെച്ചത് അവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു വലിയ കടപ്പാട് തന്നെയാണ്. കാരണം കുട്ടിക്കാലം തൊട്ടിട്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞ കളിയാക്കലുകളൊക്കെ ആദ്യം ചെറിയ കാലങ്ങളിലൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റില്ല. സ്കൂളിങ്ങൊക്കെ ആകുമ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഈ കലാലോകത്തോട് വന്നതോടുകൂടിയാണ് ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടായി തുടങ്ങിയത്. സ്കൂൾ യുവജനോത്സവമാണെങ്കിലും യൂണിവേഴ്സിറ്റി ആണെങ്കിലും മത്സരവേദികൾ, അത് കഴിഞ്ഞ് പിന്നെ റിയാലിറ്റി ഷോകൾ. ഏതാണ്ട് ഞാനൊരു 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ ആദ്യത്തെ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞു. അമ്പിളിയമ്മാവൻ, അതിലെ ക്യാരക്ടറാണ് ഈ പക്രു എന്ന് പറയുന്നത്. പിന്നീട് അത് കഴിഞ്ഞിട്ട് 4-5 സിനിമകളൊക്കെ അഭിനയിച്ചു. പക്ഷെ അതൊന്നും അങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടില്ല. പിന്നീട് 2000-ലാണ് ഞാൻ ചെയ്ത ജോക്കർ എന്ന സിനിമ ദിലീപേട്ടൻ്റെ ഒപ്പം. ആ സിനിമയാണ് നമുക്കൊരു ഗിയർ ഷിഫ്റ്റ് തന്നത്. ഒരു സിനിമാ നടൻ എന്നുള്ള നിലയിൽ നമ്മളെ അംഗീകരിക്കുന്ന, അല്ലെ, ആൾക്കാർ തിരിച്ചറിഞ്ഞ ഒരു ചിത്രം ജോക്കർ. എങ്ങനെയുണ്ടായിരുന്നു ദിലീപേട്ടൻ്റെ കൂടെ അങ്ങനെ അഭിനയിച്ചപ്പോൾ? ദിലീപേട്ടൻ്റെ കൂടെ അഭിനയിച്ച സിനിമകളെല്ലാം തന്നെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകളായിരുന്നു. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നടൻ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു ചലച്ചിത്ര താരം എന്നുള്ള തരത്തിലേക്ക് ജനങ്ങളിലേക്ക് നമ്മൾ വന്ന സിനിമകൾ അതൊക്കെ തന്നെയായിരുന്നു. പിന്നീട് ഒരു ഹീറോയിക് ഇമേജ് ഉണ്ടായ സിനിമയാണ് അത്ഭുതദ്വീപ്. അതെ, രാജുവിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോ ആക്ടർ എന്നുള്ള നിലയിൽ ഭയങ്കര സപ്പോർട്ടീവാണ്. കൂടത്തിൽ നിന്നിട്ട് നമ്മളെ തന്നെ പ്രോത്സാഹിപ്പിക്കുകയും എല്ലാ എന്താ പറയുക, ഒരു ഫ്രണ്ടിനെ പോലെ തന്നെ നല്ല രീതിയിൽ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതിയാണ് രാജുവിൻ്റെ. സൗഹാർദ്ദപരമായിരുന്നു, വളരെ സന്തോഷമുണ്ടാക്കാൻ. ഇപ്പോൾ ചേട്ടന് എല്ലാ യൂട്യൂബ് ചാനലിലും സ്ഥിരം ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, ചേട്ടന് സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, എന്താണ് ഇപ്പൊ ആ യൂട്യൂബ് ചാനലിലെ പ്രശ്നം? ഇതേപോലെ തന്നെ സമയമില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ രണ്ടാമത് ഈ കണ്ടന്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ എന്തെടുത്തിട്ട് കണ്ടന്റ് ഉണ്ടാക്കും എന്നുള്ളതും, പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അതിനുവേണ്ടി ഒന്ന് മെനക്കെടണം നമ്മൾ കുറച്ച്. ഇപ്പോൾ മറ്റ് യൂട്യൂബ് ചാനലുകൾ എല്ലാവരും എന്നെ ഇങ്ങനെ വിളിക്കുകയും ഇപ്പം നിങ്ങളുൾപ്പെടെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുമ്പോൾ
സ്വാഭാവികമായിട്ടും അതൊരു ഈസി ജോബ് ആയിരിക്കുമല്ലോ. മറ്റേതെല്ലാം കോർഡിനേറ്റ് ചെയ്യണം, കറക്റ്റ് കണ്ടന്റുകൾ ഇട്ടുകൊണ്ടിരിക്കണം. ചിലപ്പോൾ ഭാവിയിൽ ഇനിയിപ്പോൾ ചിലപ്പോൾ അങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനലും സജീവമായിട്ട് അത്തരത്തിലുള്ള പ്രോഗ്രാമുകളിലേക്കൊക്കെ തിരിയും. എന്തായാലും ഞാനത് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഓരോ റീലും കാര്യങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നു. അപ്പോൾ ഉടനെ തന്നെ ഒരു വീഡിയോ പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാലോ. പ്രതീക്ഷിക്കാൻ പറ്റും. Okay. പിന്നെ ഇപ്പൊ മലയാളത്തിൽ അഭിനയിച്ച് തമിഴിലോട്ട് ഉള്ള ഒരു ജേണി എങ്ങനെയായിരുന്നു? തമിഴിൽ ഇപ്പൊ സൂര്യയുടെ കൂടെ വിജയന്റെ കൂടെ രണ്ടുപേരും കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ആ ഒരു ജേണി എങ്ങനെയായിരുന്നു? അല്ല, ആദ്യ ചിത്രം ഡിഷുമായിരുന്നു. ഡിഷുമിൽ ജീവയോടൊപ്പമായിരുന്നു ആ സിനിമ. അത് സൂപ്പർ ഹിറ്റ് ആയപ്പോൾ അതിലെ ആ കഥാപാത്രത്തിന് അവാർഡ് കിട്ടി, മികച്ച സപ്പോർട്ടിംഗ് ആക്ടർ. തമിഴ്നാടിൻ്റെ സ്റ്റേറ്റ് അവാർഡായിരുന്നു. ആ അവാർഡ് കിട്ടിയപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് കുറേ നല്ല ഒരുപിടി കഥാപാത്രങ്ങൾ തേടി വന്നു. ആ കഥാപാത്രങ്ങളെ പറ്റി ഇപ്പോൾ മോള് പറഞ്ഞത് സൂര്യ സാറിൻ്റെ കൂടെയും വിജയ് സാറിൻ്റെ കൂടെയും ഇപ്പോൾ ലേറ്റസ്റ്റ് ഇപ്പോൾ ബഗീര എന്ന് പറഞ്ഞൊരു പടം പ്രഭുദേവ സാറിൻ്റെ കൂടെ അഭിനയിച്ചു. കംഫർട്ടായിരുന്നു അവരെ കൂടെ അഭിനയിക്കുമ്പോൾ, പ്രത്യേകിച്ച് തമിഴായിരുന്നല്ലോ. അപ്പോൾ തമിഴ് ലാംഗ്വേജ് പിടിക്കാൻ ഇച്ചിരി പാടായിരുന്നു. കാരണം പ്രത്യേകിച്ച് ഈ തമിഴും വളരെ ഫാസ്റ്റ് ആയിരിക്കും. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അവരും വളരെ എന്താ പറയുക, സംസാരിക്കുന്നതൊക്കെ വളരെ പതുക്കെ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ക്യൂ പിടിക്കുക എന്നൊക്കെ പറയുന്നതും, പിന്നെ നമ്മുടെ ക്യാരക്ടർ എനിക്ക് വന്നിട്ടുള്ളതെല്ലാം വെറുതെ മര്യാദയ്ക്ക് അഭിനയിക്കുന്നതൊന്നുമില്ല. കുറച്ച് ബഹളത്തിലും കുറച്ച് ഓളം ഇട്ടും ഞാൻ സമാധാനമായിട്ട് എന്താ പറയുക, വളരെ ഫ്രീ ആയിട്ട് നമ്മൾ പെർഫോം ചെയ്യുമ്പോഴും, ഫ്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒതുക്കി ചെയ്യുമ്പോൾ അവർ കൂട്ടി ചെയ്യാൻ പറയും. സാർ ഇനിയും വേണം സാറിന് ചൊല്ലും. അപ്പോൾ അതൊരു ഇത് വെച്ചിട്ട് നമ്മൾ അങ്ങനെയുള്ള സംഗതികൾ. അപ്പം നമ്മുടെ ഡയലോഗ് ഡെലിവറി കുറച്ച് ലൗഡായിരിക്കും, ഇവർ വളരെ സ്ലോ ആയിട്ടും വളരെ ചെറുതായിട്ടും ആയിരിക്കും പറയുന്നത്. അപ്പോൾ അത് പിടിച്ചിട്ട് ടൈമിങ് ചെയ്യാന്നുള്ള ഒരു ഇച്ചിരി പ്രയാസമൊക്കെ ആദ്യം ഉണ്ടായിട്ടുണ്ട്. ലാസ്റ്റ് ചേട്ടൻ തമിഴ് പഠിച്ചു, അതോ അവര് മലയാളം പഠിച്ചു? ഞാൻ തമിഴും പഠിച്ചില്ല, അവർ മലയാളം പഠിച്ചില്ല. പക്ഷെ ഞങ്ങൾ ഇത് രണ്ടും കൂടെ ഒരു മിക്സ് ഉണ്ടല്ലോ, ഇതിനിടയിൽ ഭാഗ്യത്തിന് ഇംഗ്ലീഷ് മിക്സ് ചെയ്താൽ കുഴപ്പമില്ല. അതായത് മാക്സിമം തമിഴിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് ആ വാക്ക് അറിയാൻ പോലെ അപ്പോൾ അവിടെ ഇംഗ്ലീഷ് ഇട്ടാൽ തംഗ്ലീഷ് ഓക്കെ, അത് വർക്കൗട്ടായി. അങ്ങനെ കുറെ കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ബാക്ക് ടു മൂവിയിലേക്ക് വരികയാണെങ്കിൽ മൂവിയുടെ ലൊക്കേഷൻ ഒക്കെ എവിടെയായിരുന്നു? ഈ 916 ഇവിടെ അടുത്തായിരുന്നു, കൊടുങ്ങല്ലൂരായിരുന്നു. ത്രൂഔട്ട് അവിടെയായിരുന്നു. 30-35 ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു. ഈ സിനിമയിൽ ഇതിൻ്റെ ഡയറക്ടർ ആര്യൻ വിജയ്, പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന മോർസൺ ഡ്രാഗൺ എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇതിനകത്ത് ടിനിയുണ്ട്, രമേഷ് കോട്ടയം. അതുപോലെ ടിൻചേട്ടനെ പറ്റി പറഞ്ഞപ്പോൾ ടിൻചേട്ടന്റെ പോസ്റ്റർ നമുക്ക് കാണുമ്പോൾ ഫസ്റ്റ് ലുക്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ടിനി ടോം ആണ് അതെന്ന് പെട്ടെന്ന് മനസ്സിലാവില്ലേ? കാരണം പെട്ടെന്ന് മുടി ഒരു ഡിഫറെന്റ് ക്യാരക്ടർ ആണല്ലോ. ടിൻ ടോം ചേട്ടൻ അങ്ങനെ തന്നെയാണോ അഭിനയിക്കുന്നത്? അങ്ങനെയല്ല. ആ സിനിമയിൽ ഒരു സീക്വൻസിൽ വരുന്ന ഒരു പ്രത്യേകത ഉള്ള ക്യാരക്ടറാണ്, നല്ല പഞ്ചുള്ളൊരു ക്യാരക്ടറാണ്. എല്ലാവരും ചോദിക്കും ടിനി ഞാനും ത്രൂ ഔട്ട് പഴയ സ്കിറ്റ് പോലെയൊക്കെ കോമഡിയൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ആണോ? അങ്ങനെയൊന്നുമില്ല. സിനിമയുടെ ഒരു നിർണായക ഘട്ടത്തിൽ വരുന്ന നല്ല പഞ്ചുള്ളൊരു ക്യാരക്ടറാണ് ഇവിടെ. ആ ആളുടെ അതിനകത്ത് തന്നെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗെറ്റപ്പാണത്. അതാണ് അതിൻ്റെ ഒരു കൗതുകം. അതിൽ എനിക്ക് തോന്നുന്നത് ടിനി ഇതുവരെയും ചെയ്തിട്ടില്ലാത്തതിൽ നിന്ന് വ്യത്യസ്തമായ നല്ലൊരു പവറുള്ള ഒരു ചെറിയ ക്യാരക്ടറായിരിക്കും അത്. ഇപ്പോൾ ചേട്ടന് ബക്രു ചേട്ടൻ എങ്ങനെയാണ് ഇങ്ങനെ ഒരു കോള് വരുന്നത് ഈ ഒരു സിനിമയിലേക്ക്? എൻ്റെ സിനിമയുടെ കഥ എൻ്റെ അടുത്തൊരു 4 വർഷം മുമ്പ് എൻ്റെ ഡയറക്ടർ പറഞ്ഞതിന് ശേഷം പിന്നെ അവർ സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്തു, എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളും. പിന്നെ ഈ കഥ പറയുമ്പോൾ തന്നെ ഞാൻ ചോദിച്ചത് ഞാൻ ചെയ്യേണ്ട കാര്യമുണ്ടോ, ഏതെങ്കിലും ഒരു വലിയ ഹീറോ ചെയ്താൽ പോരെ, ഇതിനകത്ത് എനിക്കായിട്ടെന്നുള്ളെങ്കിൽ ഒരു കാരണം ഈ കുഞ്ഞൂട്ടൻ എന്നുള്ള പേര് മാത്രമേ ഒരു കുഞ്ഞുള്ളൂ. ബാക്കിയെല്ലാം ഇയാൾ ചെയ്യുന്ന എല്ലാം വലിയ വലിയ കാര്യങ്ങളാണ്. ഒരിക്കലും ഇയാളുടെ ഒരു ഹൈറ്റ് കുറവോ കാര്യങ്ങളൊന്നും ഈ സിനിമയിൽ പറയുന്നുമില്ല. 2 നായികമാർ ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് ഞാൻ ചോദിച്ചു. അന്നേരം ഡയറക്ടർ പറഞ്ഞു, അല്ല ഈ ക്യാരക്ടർ അത് ചേട്ടൻ ചെയ്യുമ്പോഴാണ് അതിനൊരു പ്രത്യേകത ഉണ്ടാവും. വേറൊരു ഹീറോയെ കൊണ്ട് ചെയ്യിക്കുകയാണെങ്കിൽ അങ്ങനെ ശരി ഞാൻ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അത് ചെയ്യാൻ നമുക്ക് ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന ഒരു അത്യാവശ്യം നല്ല കോസ്റ്റായൊരു പടമാണ് അത്. അതിനുള്ള ഒരു പ്രൊഡ്യൂസർ വന്നാൽ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ വിട്ടു. പിന്നീട് അത് കോവിഡെല്ലാം കഴിഞ്ഞ് എക്സിക്യൂട്ടീവ് ആയി വർക്കൗട്ടായി പ്രൊജക്റ്റ് ഓൺ ആയത് 2 വർഷം മുമ്പാന്നുള്ളൂ. ഈ നായികമാരെ പറ്റി പറഞ്ഞപ്പോഴാണ് സാധാരണ സിനിമയെക്കാട്ടും 2 പേര് വെച്ച് എങ്ങനെയായിരുന്നു ഒരു എക്സ്പീരിയൻസ്? അത്ഭുതദ്വീപിൽ 5 പേരല്ലായിരുന്നു. അതുകൊണ്ട് എനിക്കിതൊരു വിഷയമായിരുന്നില്ല. വന്നോട്ടെ, ഇനി ഒരു 5 പേരോ 10 പേരോ വന്നോട്ടെ, എത്ര എന്തായാലും ക്ലൈമാക്സിൽ ടാറ്റ കൊടുക്കുന്ന അത്ഭുതദ്വീപിൽ എന്ന് പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു. ഈ സിനിമയിൽ അങ്ങനെ തന്നെയാണോ? ഈ സിനിമയിൽ അത് സസ്പെൻസാണ്. ടാറ്റ ബൈ ബൈ ആണോ അത് എന്തായിരിക്കും എന്നുള്ളത് അതും ഒരു സിനിമയിൽ നമ്മൾ അഭിനയിക്കുമ്പോൾ നമ്മൾ തന്നെ പറയുന്നല്ലോ ഇത് അതറിയണമെങ്കിൽ നിങ്ങൾ സിനിമ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. എനിക്കിപ്പോൾ ഈ ഒരു ഇന്റർവ്യൂവിലും നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്, ഒരിടവേളയ്ക്ക് ശേഷം പ്രധാന വേഷത്തിലെത്തുന്ന ഒരു പുതുമയുള്ള കഥാപാത്രമായിട്ട് വരുന്ന കുഞ്ഞൂട്ടൻ്റെ ക്യാരക്ടർ കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട് വന്നാൽ ഒരിക്കലും നിങ്ങൾ
നിരാശപ്പെടേണ്ടി വരില്ല. എൻ്റർടൈൻമെൻറ്റിനുള്ള വകയുണ്ട്. സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു സ്ട്രെസ്സോടുകൂടി ഒന്നും ഇറങ്ങണ്ട. വളരെ ഹാപ്പി ആയിട്ട് ഇറങ്ങാൻ പറ്റുന്ന ഒരു പ്ലസൻറ്റ് മൂവിയാണ്. എല്ലാ ചേരുവകളും ഉണ്ട്. അത്യാവശ്യം നല്ല പാട്ടും ഫൈറ്റ്, തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും. കോമഡി ഉണ്ട്, ഫാമിലി ഇമോഷണൽ ഡ്രാമ എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പാക്കേജാണ് ഈ സിനിമ. അപ്പോൾ അവർ അത് ഇഷ്ടപ്പെട്ട് എന്നെ ഇഷ്ടപ്പെടുന്നവർ സിനിമ കാണാൻ വരുന്നുള്ളൂ. കാരണം എൻ്റെ ഇളയരാജയൊക്കെ ഇവിടെ അത്യാവശ്യം നന്നായിട്ട് ഓടി പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളൂ. അതും ഷൂട്ട് ഇവിടെയായിരുന്നു. ഈ റൗണ്ടിലായിരുന്നു ഞാൻ കടലിൽ വിറ്റുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഇങ്ങനെ വണ്ടിയിലൊക്കെ വരുമ്പോൾ ഇത് കാണുമ്പോൾ വനജൻ അവിടെ ഇരിക്കുന്ന ഒരു ഫീല് വരാറുണ്ട്. കാരണം ഒരുപാട് വനജന്മാരുണ്ട് അവിടെ. അവരെയൊക്കെ കാണുമ്പോൾ ഈ കടൽ വെക്കുന്നവരെ കാണുമ്പോൾ നമുക്ക് ആ ഒരു ഓർമ്മ വരും. അപ്പം അങ്ങനെയുള്ള ഇതിൽ നമുക്ക് വലിയ സന്തോഷമാണ്. ഇപ്പം മലയാള സിനിമ ഭയങ്കര ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ്. ഇപ്പൊ ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ ആണല്ലോ. ഇപ്പൊ എമ്പുരാൻ, തുടരും, അങ്ങനെ എല്ലാം വലിയ വലിയ സിനിമകളുടെ കൂടെ ഈ ഒരു സിനിമ വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ. ഞാനൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഈ കടലിലൂടെ വലിയ വലിയ കപ്പലുകൾ മാത്രം പോയാൽ പോരല്ലോ, ഇടയ്ക്ക് ചെറിയ കൊതുമ്പ് വെള്ളവും ചൂണ്ടയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങണ്ടേ. എങ്ങാനും തെന്നി തെറിച്ച് എന്തെങ്കിലുമൊക്കെ നമ്മുടെ വള്ളത്തിൽ വീണാലും ക്ലിക്കായാലും പിന്നെ അത് ഇങ്ങനെ കപ്പലുകളൊന്നും വരില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്ക് വള്ളം ഇറക്കാനും പറ്റില്ല. അപ്പോൾ ഒരു സ്പേസിൽ ഒരു സൈഡിൽ കൂടെ അങ്ങനെ പോവുകയാണ്. അപ്പോൾ കുറച്ച് പ്രേക്ഷകരെങ്കിലും ഈ അവധിക്കാലത്ത് നമുക്കുണ്ടാവും എന്നൊരു വിശ്വാസത്തിലാണ്. തീർച്ചയായും ഉണ്ടാവട്ടെ. അതെ അതെ, ഒരു കോമ്പറ്റീഷനോ അങ്ങനത്തെ ഒന്നുമില്ല. നമുക്കും ഈ പറഞ്ഞ പോലെ തന്നെ അതിനകത്ത് ഏറ്റവും വലിയൊരു എനിക്ക് വ്യക്തിപരമായിട്ടൊരു സന്തോഷം ഈ 916 കുഞ്ഞുട്ടൻ എന്ന സിനിമയുടെ ടൈറ്റിൽ ലോഞ്ച് ചെയ്തത് ലാലേട്ടനാണ്. ഇതിനെല്ലാ സപ്പോർട്ടും നമുക്കുണ്ട്. ഇതിന്റെ ബാക്കി എല്ലാ ചേട്ടാ, ഈ പേര് കേൾക്കുമ്പോൾ നമ്മൾ 916 ഗോൾഡ് എവിടെയെങ്കിലും സിനിമയിലുണ്ടോ? ഗോൾഡിനെ പറ്റിയുള്ള എന്തെങ്കിലും? അതൊന്നും ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അത് സ്വാഭാവികമായിട്ടും ഈ സിനിമ കാണുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അതങ്ങനെ തന്നെ ഈ പറഞ്ഞ എനിക്ക് ഈ ക്ലീശ മറുപടി അല്ലാതെ എനിക്ക് ഒന്നും പറയാനില്ല. ഞാൻ നിശബ്ദനായിരുന്നാൽ പോലും ആളുകൾക്കത് മനസ്സിലാവും. വെറും ഒരു 916 അല്ല അത്. അങ്ങനെ വിചാരിച്ചോളൂ. എൻ്റെ 916 കുഞ്ഞുട്ടൻ എന്ന സിനിമ കാണണം. നന്ദി.